സനീഷയുടെ മനസ്സിലുള്ള യഥാർത്ഥ ആഗ്രഹം മനസ്സിലാക്കിയത് അമ്മായിച്ചൻ മാത്രമാണ്. അങ്ങനെ ഒരു അമ്മായിച്ചനെ കിട്ടാൻ എന്തായാലും ഭാഗ്യം ചെയ്യണം. നമുക്ക് സനീഷയുടെ ഉൾക്കഥകളിലേക്ക് ഒന്ന് പോകാം. മാഡം, എൻ്റെ പേര് സനീഷ. യഥാർത്ഥ പേരൊന്നുമല്ല. എനിക്ക് 26 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷത്തിൽ കൂടുതലായി. ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിവിൽ എഞ്ചിനീയറാണ്. മംഗലാപുരത്ത് ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മിക്കവാറും 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ വരും. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം സർവീസിലുണ്ടായിരുന്നു. ഇപ്പോൾ റിട്ടയറായി. പക്ഷേ അമ്മായിയമ്മ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 2 കുട്ടികളാണ്. ഇളയതാണ് എൻ്റെ ഭർത്താവ്. മൂത്തത് ഒരു ചേച്ചിയാണ്. ആ ചേച്ചി എഞ്ചിനീയറാണ്. അവർ വിദേശ രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു പെൺകുട്ടിയാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ജാതകം എല്ലാ സമയത്തിലും വില്ലനാണല്ലോ. അങ്ങനെയാണ് മാട്രിമോണി വഴി ഈ വിവാഹാലോചന വന്നത്. 2 വർഷമായിട്ട് എനിക്ക് ജാതകങ്ങൾ നോക്കിയാണ്, ഒന്നും ചേരുന്നില്ല. അങ്ങനെ അവസാനം വന്ന ചേരുന്ന ജാതകമാണ് ഇത്. എൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. പണവും മറ്റു കാര്യങ്ങളുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇതൊക്കെ നോക്കുന്നത് കൊണ്ട് വിവാഹം നടക്കുന്നില്ല. അങ്ങനെ ഫെഡപ്പായിരിക്കായിരുന്നു. എന്നെ കണ്ടപ്പോഴേ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളി വാശി പിടിച്ചു കല്യാണം വേണമെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി ഞങ്ങളോട് വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി തരണം, ഒരു ഡിമാൻഡുമില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സങ്ങിളകി. ആ, നല്ലൊരു എഞ്ചിനീയർ പയ്യൻ. അങ്ങനെ ആകുമ്പോഴേക്കും കല്യാണത്തിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യം തൊട്ടേ ഈ ബന്ധത്തിൽ ഒട്ടും താല്പര്യമില്ല. അതിന് കാരണം ഭർത്താവിന്റെ മുഖം ഒക്കെ കൊള്ളാമെങ്കിലും ബാക്കി ശരീരമൊക്കെ നോക്കുമ്പോഴേക്കും ശോഷിച്ചിരിക്കുന്ന ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞതുപോലെ പോഷകാഹാരമൊന്നുമില്ലാത്ത കൊച്ചുകുട്ടികളെയല്ലേ അവരെ കാണുന്ന ഒരു ലുക്കാണ്. എനിക്ക് എന്തുകൊണ്ടോ ഒരാണത്തമുള്ളൊരു പുരുഷനായി അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റിയില്ല. എനിക്ക് ആകെ അസ്വസ്ഥതയായി. ഇങ്ങേരുമായിട്ടുള്ള ജീവിതം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ജോഡിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എന്ത് പറയും? ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ നല്ല മസിലൊക്കെയുള്ള സുന്ദര കുട്ടപ്പൻ ഈ പരസ്യങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വരില്ലേ എന്ന് പറഞ്ഞതുപോലെ പെർഫെക്റ്റായ ഒരാൺരൂപമായിരുന്നു. അങ്ങനെ ഒരാളെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതിന് കാരണം എൻ്റെ പുറകെ ഒത്തിരി ആളുകൾ നടന്നിരുന്നു. അവരൊക്കെ നല്ല സുന്ദരന്മാരായിരുന്നു. അപ്പോൾ എനിക്ക് സൗന്ദര്യമുള്ള ഒരാളെ കിട്ടാൻ യോഗ്യത ഉള്ളവളാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചു. പക്ഷെ എന്തുകൊണ്ട് പ്രേമത്തിൽ ഞാൻ വീണില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ റെപ്യൂട്ടേഷൻ, അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ വീട്ടുകാർ ഞാൻ പ്രേമിക്കാൻ സമ്മതിക്കില്ല. ഇനി അഥവാ പ്രേമിച്ചാലും ജാതകവും അതേപോലെ മറ്റു പല കാര്യങ്ങളും ഒത്തുചേർന്ന ഒരാളെ പ്രേമിക്കണം. അതെങ്ങനെ പ്രേമിക്കാൻ പറ്റും? പ്രേമം വരുന്ന ജാതകം നോക്കിയാണോ? ഇതൊന്നും നടക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ പല അവസരങ്ങളും നഷ്ടപ്പെടുത്തി മാഡം. പിന്നെ പേരുദോഷം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നന്നായി അടങ്ങി ഒതുങ്ങി തന്നെയാണ് നടന്നത്. അതിൽ എനിക്ക് അഭിമാനം തോന്നിയിരുന്നു. പക്ഷേ ഇങ്ങനൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അഭിമാനമെല്ലാം അങ്ങ് ഒലിച്ചിറങ്ങിപ്പോയി. ഞാൻ ഓർത്തു, അന്ന് വന്ന അവസരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ നടപ്പിലാക്കിയിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഓർമ്മിക്കാനെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഒരനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യന്തം നിരാശയിലായിരുന്നു. എൻ്റെ അമ്മയോട് ചെറുതായി ഞാൻ സൂചിപ്പിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അതൊന്നുമില്ല, ആണുങ്ങളെ വെറുതെ ലുക്ക് കണ്ട് നീ അളക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ഇവിടെ മിണ്ടിപ്പോകരുത്, നിന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നെ പിന്നെയും ധർമ്മസങ്കടത്തിലാഴ്ത്തി. അങ്ങനെ ഞാൻ അവരുടെ നിർബന്ധത്തിൽ ഈ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. പക്ഷേ അമ്മായച്ചനും അമ്മായിയമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഹിന്ദി സീരിയലിലും മറ്റും കാണുന്ന അതേ ലുക്കിലുള്ള അമ്മായിമ്മയും നാത്തൂനും അമ്മായിപ്പനും, എന്ത് മനോഹരമായ ആളുകളാണ്. പക്ഷേ എൻ്റെ ഭർത്താവ് മാത്രം ദേ ഇങ്ങനെ ഇരിക്കുന്നു, ഉണങ്ങിയ പയർമണി പോലെ. എന്താ ഇങ്ങനെ ആയത് എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷേ ആഭിജാത്യവും അന്തസ്സുമാണല്ലോ എല്ലായിടത്തും പ്രശ്നം. അങ്ങനെ ആ വിവാഹം നടന്നു. എനിക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ല. പല പ്രതീക്ഷകളും എൻ്റെ കൂട്ടുകാർ നേരത്തെ എന്നോട് പറഞ്ഞ് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ എവിടെയാണ് നിന്റെ മസിൽമാന്? ഇത് ഒരു മസിൽ മാത്രമുള്ള ആളാണോ? ഇങ്ങേരുടെ മസിൽ നീ എവിടെ പോയി കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കളിയാക്കുകയും ചെയ്തു. അതോടുകൂടി കല്യാണ മണ്ഡപത്തിൽ തന്നെ ഞാൻ ഡെസ്പായിരുന്നു. വിവാഹം കഴിഞ്ഞ
കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒന്നിനൊരു മൂഡില്ലായിരുന്നു. ആദ്യ ദിവസം പുള്ളി തന്നെ എന്നോട് പറഞ്ഞു, കിടന്നുറങ്ങിക്കോ, ക്ഷീണമല്ലേന്ന്. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതി. ഞാൻ കൂർക്കം വലിച്ച് അന്നുറങ്ങി. എന്നാലും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, നാളെ തൊട്ട് എനിക്ക് ഇവിടെ നൃത്തം വെക്കണം, പറ്റില്ല. എന്നിരുന്നാലും ഒഴിവാക്കാനോ അനിഷ്ടം പ്രകടിപ്പിക്കാനോ കഴിയില്ല. അതൊക്കെ വലിയ പ്രശ്നമായി തീരും. വേണ്ട, എല്ലാം സഹിക്കാം, അതല്ലേ ദാമ്പത്യം എന്ന് ഞാൻ വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ 2-3 അടുത്ത സുഹൃത്തുക്കളെ ബ്ലോക്ക് ചെയ്ത് മൊബൈലില്. കാര്യം അവളുമാര് രാവിലെ ആയപ്പോൾ വിളിച്ചു ചോദിക്കുക ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഇനി ഒരാഴ്ച ബ്ലോക്ക്. എനിക്കൊന്നും പറയാൻ വയ്യ. ആകെ കൂടി വല്ലാത്ത ധർമ്മസങ്കടം. എങ്കിലും ഞാൻ അഭിനയിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അമ്മായിയമ്മയും അമ്മായിപ്പനെയും ഒക്കെ ഒന്ന് കണ്ട് ചിരിച്ച് എന്തായാലും ഭർത്താവിന്റെ കൂടെ വിരുന്നിനൊക്കെ പോയി തിരിച്ചു വന്നു. അന്ന് വൈകുന്നേരം 5 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ എന്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നു. എടാ, നീ ഇങ്ങോട്ട് വന്നേ, മാമന് ഹോസ്പിറ്റലാണെന്ന് പറയുന്നു, നമുക്കൊന്ന് പോയിട്ട് വരാം, കാർ എടുത്തെന്ന് പറയുന്നു. പെട്ടെന്ന് അനുസരണയുള്ള കുഞ്ഞാടായി എന്റെ ഭർത്താവ് കാറും എടുത്ത് പെട്ടെന്ന് അങ്ങ് പോയി. ഹോസ്പിറ്റലിൽ പോയി എന്താണ് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞാണ് ഹസ്ബൻഡ് പോയത്. നീ ഇവിടെ ഇരിക്കുക, അച്ഛൻ ദേ നടക്കാൻ പോയിരിക്കുകയാണ്, 5 മിനിറ്റുള്ളിൽ ഇങ്ങ് വരുമെന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞിട്ടാണ് നടക്കാൻ പോയത്. ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ കൂടി ഒരു അസ്വസ്ഥത. ഈ വീട്ടിൽ ഞാൻ തനിയേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരമാണെന്ന് ഓർക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുണ്ട് പെട്ടെന്ന് അമ്മായിച്ചൻ കയറി വരുന്നു. സിറ്റൗട്ടിലിരിക്കുന്ന എന്നെ കണ്ടിട്ട് അമ്മായിച്ചൻ ചോദിച്ചു, എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മയും ചേട്ടനും കൂടി പെട്ടെന്ന് പുറത്തേക്ക് പോയി, അമ്മാവൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. ഏതമ്മാവനെന്ന് അമ്മായിച്ചൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഏതമ്മാവനാണെന്ന്. അച്ഛൻ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഉടനെ അച്ഛൻ ട്രൈ ചെയ്തു. പക്ഷെ അവർ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോവുമായിരിക്കും, അവർക്ക് എടുക്കാനുള്ള ഒരു ടൈം കാണില്ല എന്ന് പറഞ്ഞു. തുടരെ അമ്മായിച്ചൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ ഫോൺ എടുത്തു. എന്താ മനുഷ്യ ആവശ്യമില്ലാതെ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചു. നീ ഏത് അമ്മാവനെ കാണാനാ പോകുന്നത്? എവിടുത്തെ അമ്മാവനാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ ആങ്ങള. അല്ലാതെ ആരാ? ഏതാങ്ങള? എന്റെ ഇളയ ആങ്ങള. ആ പുള്ളി പെട്ടെന്ന് മയക്കം വന്ന് ആശുപത്രിയിലായിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എടി, നിനക്ക് എന്നെ വിളിച്ചാൽ പോരായിരുന്നു? നമുക്ക് രണ്ടുപേർക്കൂടെ പോയാൽ പോരെ? അല്ലാതെ കല്യാണം കഴിഞ്ഞ ചെക്കനെ ഉടനെ വിളിച്ചിട്ട് നീ പോവാണോ ചെയ്യേണ്ടത്? ഈ കൊച്ച് തനിയെ ഇവിടെ ആയില്ലേ? അതിന് നിങ്ങൾ നടക്കാൻ പോയതല്ലേ, അതിനെന്താ എന്നെ വിളിച്ചാൽ പോയായിരുന്നോ? ഓ, എന്റെ ആങ്ങളെ നിങ്ങൾക്ക് അത്ര ഇഷ്ടമൊന്നുമല്ലോ, നിങ്ങൾ പോയിട്ട് ഉടനെ വരുമല്ലോ. മോളവിടെ 5 മിനിറ്റ് ഇരുന്നാൽ മതി, അപ്പോഴേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ പോയി നോക്കിയിട്ട് ഉടനെ വരാം, നിങ്ങൾ മോളെ സമാധാനിപ്പിക്കേ എന്ന് പറഞ്ഞു. അച്ഛൻ എന്തായാലും ലൗഡ് സ്പീക്കറിൽ ഇട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റി. എങ്കിലും അമ്മായിയമ്മയാണ് അവിടെ മികച്ചു നിൽക്കുന്നതെന്ന് സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അമ്മായിച്ചനോട് പറഞ്ഞു, ആ മോളെ അവളുടെ ഇളയ ആങ്ങളെയാണ്. വേറെ 2 ആങ്ങളമാരുണ്ട്, വലിയ പ്രശ്നക്കാരൊന്നുമല്ല. പക്ഷേ ഇവനില്ലേ കുടിയനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിലേക്ക് കയറരുതെന്ന്. അതുകൊണ്ട് അവൻ കല്യാണത്തിനും വന്നില്ല. അവർ രണ്ടുപേരും കൂടെ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പഴയ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരുടെ കുടുംബകാര്യങ്ങളാണ്. 20 മിനിറ്റോളം ഫാമിലിയിലെ പഴയ കഥകളൊക്കെ അച്ഛനോട് പറഞ്ഞു. ഞാനതൊക്കെ സശ്രദ്ധം കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, മോളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്തായാലും വന്നിട്ട് ഒരു ദിവസമേ ആയുള്ളൂ, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. എന്താ അച്ഛാ? ശരിക്കും മോള് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചോദിച്ചു, അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞത്? അല്ല, മോളുടെ മുഖഭാവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാ തോന്നിയത്. വിവാഹം കഴിക്കുമ്പോഴും ഒരു നല്ല സന്തോഷം എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന് ഒരു രൂപഭംഗിയൊന്നുമില്ല, ജാതകത്തിന്റെ പേരിൽ കല്യാണം കഴിക്കുന്നു. അപ്പൊ എന്തായാലും ആ സ്ത്രീയുടെ മനസ്സിൽ ഒത്തിരി നിരാശ കാണുമെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, ഞാനും നോക്കി. ഞാൻ ഒന്നും മിണ്ടിയില്ല. മോളുടെ മൗനം സമ്മതമാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതിൽ കാമ്പും കഴമ്പും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അല്ലേ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലാതില്ല. പക്ഷേ ജീവിതമല്ലേ, ഒത്തിരി കാര്യങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. കാര്യം ജാതകത്തിന്റെ പേരിൽ നേരത്തെയും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. വിവാഹാലോചനകൾ പലതും നടക്കാതെ പോയിട്ടുണ്ട്.
മോളെ ഇവിടെ അങ്ങനെ തന്നെ. പിന്നെ മോളുടെ ഭർത്താവ്, എൻ്റെ മോന്റെ കാര്യം ഞാൻ പറയാൻ വരുന്നത്. അവൻ അത്യന്തം ബുദ്ധിമാനാണ്, പക്ഷേ പ്രീമച്ചർ ബേബിയായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ഒന്ന് ലൈവാക്കി എടുത്തത്. അതുകൊണ്ടാണ് അവന്റെ രൂപം അങ്ങനെയായി പോയത്. ശരിക്കും എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർക്കോ ഒന്നും അവനെ കാണുന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എൻ്റെ മകനല്ലേ, ഞങ്ങളുടെ മക്കളല്ലേ, എങ്ങനെയാണ് ഉപേക്ഷിക്കുക? എന്തായാലും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നു. ഏകദേശമൊക്കെ മുഖമൊക്കെ ഒന്ന് ശരിയായത് 10-18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ ശരീരം അപ്പോഴും ശോഷിച്ചിരുന്നു. പല കാര്യങ്ങളും പല ചികിത്സകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും നന്നായില്ല മോളെ. പക്ഷേ ബുദ്ധിമാനുമാണ്, നല്ല സ്നേഹമുള്ളവനുമാണ്, ധാരാളം സമ്പാദിക്കുന്നവനുമാണ്. നിനക്ക് മറ്റു പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ നിനക്ക് ശരിക്കും ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മോള് വിഷമിക്കരുത്. അഡ്ജസ്റ്റ്മെന്റ് എല്ലാ മേഖലകളിലും വേണം. അത് കണ്ടു മനസ്സിലാക്കി പോയാൽ മതി. സ്നേഹം പ്രകടിപ്പിക്കണം. അങ്ങനെ ആയി കഴിയുമ്പോഴേക്കും അവൻ അവന്റെ വഴിക്ക് പൊക്കോളും. ഇപ്പുറത്തെ വഴിക്ക് മോൾക്ക് സുഖമായി ജീവിച്ചു പോകാമെന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ സ്നേഹം കൊണ്ട് നിയന്ത്രിച്ചു നിർത്തണം എന്നായിരിക്കും പറഞ്ഞു മനസ്സിലാക്കിയത്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം, സഹകരിക്കണം. ഇതൊക്കെ പുള്ളി എനിക്ക് ഉപദേശം തരുന്നതായിട്ടാണ് തോന്നിയത്. പിന്നെ മാസം തികയാതെ ജനിച്ച എൻ്റെ അമ്മായിയുടെ മോൻ, പുള്ളിയുടെ കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത്. പുള്ളിയും ഏകദേശം ഇതുപോലെയാണ്, മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പൊ കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ടാണ് അങ്ങനെ പുള്ളിയുടെ രൂപം മാറിയതെന്ന് എല്ലാവരും പറയും. എല്ലാവർക്കും ഒന്നും അങ്ങനെ വരില്ലായിരിക്കും തോന്നുന്നു, അല്ലേ മാഡം? എന്തായാലും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മാമിയുടെ മോനുമൊക്കെ അങ്ങനെ തന്നെയാണ്. 1 മണിക്കൂറായപ്പോഴേക്കും അവർ വന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ്, സിറ്റി അടുത്താണല്ലോ, കുഴപ്പമൊന്നുമില്ല. പ്രഷർ വേരിയേഷൻ വന്ന് വീണതാണ്, ഇപ്പം സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്ന് അമ്മായിമ്മ പറഞ്ഞു. ഹസ്ബൻഡ് എന്നെ നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും എന്ന് പുള്ളി വിചാരിച്ചു കാണും. എന്തായാലും നല്ല വിഭവസമൃദ്ധമായ കുറെ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. എല്ലാവരും അത്താഴം കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഹസ്ബൻഡ് പറഞ്ഞു, തനിയെ ഇട്ടിട്ട് പോയതിന് സോറി, അത്യാവശ്യമായതുകൊണ്ടാണെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അച്ഛൻ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വന്നു. ഞങ്ങൾ സംസാരിച്ചിരുന്നു. പുള്ളി ഫാമിലിയിലെ പല കഥകളും പറഞ്ഞു. അച്ഛൻ അങ്ങനെയാണ്, രസകരമായി സംസാരിക്കും. ഇനി പഴയ കഥകളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് തനിക്ക് എപ്പോഴും കേൾക്കാന്ന് പറഞ്ഞു. ഞാനൊന്ന് ചിരിച്ചു. താൻ ഓക്കെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്നലെയൊക്കെ മ്ലാനമായിരുന്നു. അത് പിന്നെ കല്യാണം ആകുമ്പോ ഒരു പേടി കാണില്ലേ, അത് മാത്രമല്ലായിരുന്നു. എനിക്ക് ആ സാരിയൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ടും ഹെവി ആയിട്ട് തോന്നി, അതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഓ അതായിരുന്നോ? ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ത്രീകൾ അങ്ങനെ പറയുന്നത്. അതാ ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ സാധൂകരിച്ചു. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ലെന്ന്. പിന്നീട് പുള്ളി സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രകടിപ്പിക്കട്ടെ എന്ന് ഞാൻ കരുതി. കൂടുതൽ സഹകരണമൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല എന്ന് എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞു. പുള്ളിക്ക് ഇപ്പോൾ സഹകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്യാവശ്യമുള്ള സഹകരണങ്ങൾ മാത്രം മതിയല്ലോ എന്ന് ഞാനും വിചാരിച്ചു. പുള്ളിക്ക് അതേപ്പറ്റിയൊന്നും വേവലാതെ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ കാര്യങ്ങൾ ആനപ്പുറത്ത് കൊതുക് വന്ന് കടിച്ചാൽ ആനയ്ക്കെന്താ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു. ഞാൻ വിചാരിച്ചത് അതേപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഒരു 5 മിനിറ്റിലെ ബുദ്ധിമുട്ട് സാരമില്ലെന്ന് ഞാൻ പിന്നങ്ങ് വിചാരിച്ചു. ഇതാണ് എൻ്റെ ദാമ്പത്യ ജീവിതം. ഇതിൽ ഞാൻ നിലനിൽക്കുമോ മുന്നോട്ട് പോകുമോ എനിക്കൊന്നും അറിയില്ല. എല്ലാം അങ്ങയുടെ സ്വഭാവം കൂടെ അനുസരിച്ചിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇപ്പോഴല്ലെങ്കിലും പിന്നീടാണെങ്കിലും ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യണം, തൽക്കാലം പിടിച്ചു നിൽക്കാം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. 5 മിനിറ്റുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ വേറെ ചില കാര്യങ്ങളിൽ ഞാൻ ഒത്തിരി സംതൃപ്തയായിരുന്നു. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അമ്മായിമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും അമ്മായിച്ചന് എന്നോട് അപാര കൺസിഡറേഷനാണ്. എന്നെ എന്ത് കാര്യങ്ങൾക്കും വിളിക്കും. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും എന്നെ ജോലിക്ക് കൊണ്ടുവിടും. ഹസ്ബൻഡ് താമസിച്ചു കഴിഞ്ഞാൽ എന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളിലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത മമതയും ശ്രദ്ധയും ഒക്കെ അദ്ദേഹത്തിനുണ്ട്. തമാശ പറയും, പഴയ കഥകൾ പറയും, ചിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിലുണ്ടെങ്കിലല്ലോ ഭയങ്കര തകർപ്പായിരിക്കും. പിന്നെ ടൗണിൽ എന്തൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് പല കടകളിലും കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴേക്കും നല്ലൊരു സൗഹൃദം അനുഭവപ്പെട്ടു തുടങ്ങി. പക്ഷേ അമ്മായിയമ്മയ്ക്ക് ഈ വക കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടമല്ല. പുള്ളിക്കാരി ജോലിക്കാരിയാണ്,
ബിസിയാണ്. പക്ഷേ ഈ സമയത്ത് അമ്മായിച്ച റിലാക്സ് ആയിട്ട് നടക്കുകയല്ലേ, അതുകൊണ്ട് ഞങ്ങളോട് ഇടയ്ക്ക് പറയും അമിതമായി കറങ്ങരുതെന്ന്. ഒരു ദിവസം അമ്മായിച്ച ചോദിച്ചു, ഞങ്ങൾ അമിതമായി കറങ്ങുകയോ ഇരിക്കുകയോ കുടിക്കുകയോ കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, നിനക്കെന്താടി നീന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മരുമകൾ വന്നതിൽ പിന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരിളക്കമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരല്ലെന്ന് ഓർക്കണം, മരുമകളാണ് ഭാര്യയല്ല എന്നുകൂടി ഓർക്കാന്ന് പറഞ്ഞു. എന്റെ അടുത്ത് വെച്ച് തന്നെയാണ് ഇത് പറഞ്ഞത്. ഞാനത് കേട്ട് ആകെ വല്ലാതായി. അവർക്ക് യാതൊരു കൂസലുമില്ല. അമ്മായിച്ചൻ എന്നെ നോക്കി കണ്ണുറക്കി കാണിച്ചു. അമ്മായിമ്മ ചവിട്ടിത്തുള്ളി പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ തുള്ളലും ചാട്ടവും ഒക്കെ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പം വേറെ പല കാര്യങ്ങളിലും യാതൊരു വിധത്തിലുള്ള കഴിവുമില്ല. പിന്നെ ഇപ്പൊ അവിടെ കിടന്ന് ചാടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ മാത്രം. നമ്മൾ രണ്ടുപേരും കൂടെ കറങ്ങി നടക്കുന്നത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാണ്, അമ്മായിമ്മ പോലെ തുടങ്ങിയെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, അങ്ങനെങ്ങാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ അവനോട് പറഞ്ഞാൽ മതി. ടൗണിൽ തന്നെ നമ്മുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റ് ഒഴിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഇവളുടെ അടുത്ത് നീ നിൽക്കുക വേണ്ട മോളെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി തരാം, ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പുന്നാരി മോനോട് അമ്മയ്ക്ക് സെന്റിമെന്റ്സ് കൂടുതലാണ്. നിന്നോട് വഴക്കുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇളകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇടയ്ക്കൊന്ന് ഇളകും. ആ ഇളക്കങ്ങൾ മോള് കണ്ടില്ല എന്നടിക്കണം. ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീ ഇളകുന്നതിന്റെ കാരണം എന്താണെന്ന് മോൾക്കും അറിയാമല്ലോ, അസൂയ, അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കണ്ട. സുന്ദരിയും ചെറുപ്പക്കാരിയെ നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ അമ്മായിമ്മയ്ക്ക് ഇളക്കം. ആ ഇളക്കത്തിന് മരുന്നില്ല മോളെ, വേറെന്തെങ്കിലും കാര്യത്തിനായിരുന്നെങ്കിൽ മരുന്നുണ്ടാകുമായിരുന്നു. മോള് ശ്രദ്ധിക്കണ്ട, നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം ഇരിക്കുകയാണേ സംസാരിച്ചോണ്ട്. അപ്പൊ അമ്മായിച്ചൻ പറഞ്ഞു, എടി അടുത്ത ആഴ്ചയാണ് കേട്ടോ എന്റെ കുടുംബയോഗം എന്ന് പറഞ്ഞു. അപ്പോ അച്ഛന്റെ കുടുംബത്തിന്റെ യോഗമാണ്. അമ്മായിമ്മയോടാണ് പറഞ്ഞത്. ഞാനും ഹസ്ബൻഡും TV കണ്ടോണ്ടൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്ത് അമ്മായിമ്മ പൊട്ടിത്തെറിച്ചു, പിന്നെ നിങ്ങളുടെ ഒരു കുടുംബദ്രോഹം, ആ യോഗത്തിന് ഞാൻ വരില്ലെന്ന് പണ്ടേ നിങ്ങളോട് പറഞ്ഞതാണ്, 2 വർഷം മുമ്പേ. ഞാൻ വരില്ല. അപ്പൊ അമ്മായിച്ചൻ പറഞ്ഞു, വരണ്ട. ആ നിങ്ങളുടെ വീട്ടുകാരുടെ പൊങ്ങച്ചവും പരദൂഷണവും ഒന്നും കേൾക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞു. ആ കൊള്ളാം, പരദൂഷണവും പൊങ്ങച്ചൊന്നും പറയാത്ത ഒരാള്, നീ വരണ്ട. ഞാൻ എൻ്റെ മോനെയും എൻ്റെ മരുമകളെയും കൊണ്ടുപോക്കൂ, ധാരാളം കൊണ്ടുപോക്കൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അമ്മായിമ്മ തിരിഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മോനെ നമ്മുടെ കുടുംബയോഗം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും വരില്ലേന്ന്. അപ്പോൾ എന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, പോകാന്ന്. ആ പോകാം, നമുക്ക് പോകാം അച്ഛ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കുടുംബയോഗത്തിന് പോകാൻ തയ്യാറായി. അച്ഛൻ പറഞ്ഞു, നല്ല റിച്ച് ആയിട്ടുള്ള കുടുംബയോഗമാണ്. ഇവളുടെ വീട്ടുകാരെ പോലെ രാവിലെ കൂടുക, ഉച്ചയ്ക്ക് സദ്യ കഴിക്കുക, അങ്ങനൊന്നുമല്ല. നമ്മളുടേത് ഉച്ച കഴിഞ്ഞാണ്, ബുഫയാണ്, ബുഫേ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചുണ്ടുകൊട്ടി എന്തോ പറഞ്ഞിട്ട് എഴുന്നേറ്റങ്ങ് പോയി. ആ കസയ മോളെ, അടിപൊളിയാ, നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി മാഡം. അത് പമ്പൻ സെറ്റപ്പിലായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ പല ബന്ധുക്കളും വന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചു. അതിനിടയ്ക്ക് പലരും കമന്റ് പാസ്സാക്കി, മോനെ കൊള്ളാലോടാ, സുന്ദരിയായ ഒരു ഭാര്യയെ നീ എവിടുന്ന് കണ്ടുപിടിച്ചടാ എന്നൊക്കെ തുറന്നു ചോദിക്കുകയും ചെയ്തു. എന്റെ ഭർത്താവിന് ചമ്മല കാണുമായിരിക്കും, എങ്കിലും പുള്ളി ചിരിച്ചുകൊണ്ട് നിന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ എന്താ ചെയ്യുക എന്ന് ഞാൻ ഓർത്തു. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ മാഡം, അവിടെ സീരിയലിൽ അഭിനയിക്കുന്ന ഒരു നടൻ വന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അതെന്റെ അമ്മായച്ചന്റെ ബന്ധുക്കാരനാണെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. എനിക്ക് പുള്ളിയെ പണ്ടേ ഇഷ്ടമാണ്, മാരീഡ് ഒന്നുമല്ല. ഒത്തിരി പെണ്ണുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരനെ കണ്ട് അന്തം വിട്ടു നിന്നു. എല്ലാവരും സംസാരിക്കുന്നു. പുള്ളിക്ക് എല്ലാവരെയും അറിയാമല്ലോ, ക്യാഷിലാണ്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഓടി വന്ന് സംസാരിച്ചു. അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി, ഇതാണ് എൻ്റെ മരുമകൾ, മോന് കണ്ടില്ലേ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു, ഷൂട്ടിങ്ങിന് തിരക്കാണ്, എനിക്ക് വരാൻ പറ്റിയില്ലെന്ന്. അതൊന്നും സാരമില്ലെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാൻ പുള്ളിയെ അടിപിടി നോക്കുകയാണ്. എന്തൊരു സുന്ദരനാണ്, സ്കിന്നാണെങ്കിൽ എന്തൊരു ഫിനിഷിങ്, എന്ത് മണമാണ്. പുള്ളി വന്നു കഴിഞ്ഞപ്പോഴേക്കും എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം സുഗന്ധങ്ങളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തു. ഡ്രസ്സിങ്, കൈവിരലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് സൗന്ദര്യമാണ്. പിന്നെ പല്ലുകൾ, ഓ ദൈവമേ, ഇങ്ങനെയൊക്കെ പല്ലുകൾ ഉള്ളവരുണ്ടോ എന്നൊക്കെ ഞാൻ ഓർത്തു. ചിലപ്പോൾ ഡെന്റിസ്റ്റുകളെ കൊണ്ട് സൃഷ്ടിച്ചെടുത്തായിരിക്കും. എന്നാലും എന്ത് സൗന്ദര്യമാണ്. ആകെക്കൂടെ ഞാൻ ഒരു വായി നോക്കിയായി മാറി. ഇങ്ങനെ കല്യാണം കഴിക്കുന്ന സ്ത്രീ എത്ര ഭാഗ്യവതിയായിരിക്കും എന്നൊക്കെ എൻ്റെ മനസ്സ് 100 വട്ടം പറഞ്ഞു. ഞാനാണെങ്കിൽ ആകെ ഒരു മായിക ലോകത്തായിരുന്നു.
ഒരു സെൽഫി എടുത്തു, പിന്നെ ഒരു വീഡിയോയും എടുത്തു. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ദൈവമേ, ലക്ഷക്കണക്കിന് ലൈക്ക് എനിക്ക് കിട്ടി. 1 മില്യൺ വ്യൂ പോയി മാഡം. എൻ്റെ ഹസ്ബൻഡ് എന്നെ നോട്ടീസ് ചെയ്തില്ല, പക്ഷെ അമ്മായിച്ചൻ എന്നെ ശ്രദ്ധിച്ചു. ഒരു ദിവസം ഞങ്ങൾ തനിയായി കഴിഞ്ഞപ്പോഴേക്കും, എടി നിനക്ക് ഞങ്ങളുടെ ആ സീരിയലിലെ ആക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു പരവേശമായിരുന്നല്ലോ. നീ അവനെ അടിമുടി നോക്കുന്നത് ഞാൻ കണ്ടു. ഒരുമാതിരി രക്തം വലിച്ചു കുടിക്കുന്ന യക്ഷിയെ പോലെ. അത് കേട്ടപ്പോൾ ഞാനങ്ങ് ഞെട്ടി. അച്ഛൻ എന്ത് തോന്നിയാസേ പറഞ്ഞതും തോന്നിയാസമല്ല, സത്യം, പരമസത്യം. നിന്റെ പരവേശവും നിൽപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഞാൻ പച്ചയായ സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ സത്യമാണ്, എന്നാലും ഇങ്ങനെ പറയരുത്. ഞാൻ ഒറ്റയടിക്കും നാണം കിട്ടു പോയില്ലേ അച്ഛ? അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിയതല്ലേ? അത് കുറ്റമൊന്നുമല്ല. ആരാധന തോന്നുന്ന ആൾക്കാരെ നോക്കുന്നത് കുറ്റമാണോ? പിന്നെ അച്ഛൻ എന്തിനാ എന്നെ യക്ഷിയെന്ന് വിളിച്ചത്? അത് നിന്റെ പാവം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് വിളിച്ചെന്നേ ഉള്ളൂ. അവനെ ഇത്തിരി വശപ്പിശകാണ്. നിന്നെപ്പോലൊരു സുന്ദരി അങ്ങനെ ഭയങ്കര ആരാധന എടുത്തു കഴിഞ്ഞാൽ അവൻ നമ്പരും ചോദിക്കും. ദേ, അവൻ ടൗണിലാണ് താമസിക്കുന്നത്, അങ്ങോട്ട് ചെല്ലാനും പറയും. നമ്മുടെ ഫ്ലാറ്റിന്റെ മുകളിലാണ് അവൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഉള്ളതാണോ അച്ഛ? പിന്നെ കള്ളാണോ? നിനക്ക് പുള്ളിക്കാരനെ കാണണോ? എങ്കിൽ നമുക്കൊരു ദിവസം പോയി കാണാം. ആ, നമുക്ക് കാണാം. പക്ഷേ അച്ഛന് ഉദ്ദേശിച്ച പോലൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ചില്ലല്ലോ. നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ, ഒരു പ്രശ്നവുമില്ല. ആ കാര്യം ഞാൻ റെഡിയാക്കി തരാം. ഒന്ന് പോവച്ചാ, ചുമ്മാ എന്നെ കുറ്റപ്പെടുത്താതെ. എടി, കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ യഥാർത്ഥത്തിലുള്ള കാര്യം പറയുകയാണ്. ഈ ജീവിതവും ഈ കല്യാണവും നിനക്ക് നല്ലൊരു നഷ്ടക്കച്ചവടമാണെന്ന് എനിക്കറിയാം. നീ ഈ ജീവിതത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് വലിയ വിഷമങ്ങൾ പിന്നീട് തോന്നും. ഇപ്പോൾ നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നീ അവിടെയും ഇവിടെയും ഓരോ പിടിവള്ളികൾ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അത് ഇവനിൽ നിന്ന് തുടങ്ങട്ടെ. അവൻ എന്തായാലും നിന്റെ ദാമ്പത്യത്തിൽ പ്രേമിക്കാനോ നിന്റെ പുറകെ വരാനോ ഒന്നും പോകുന്നില്ല. അവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം സൗഹൃദം, അത് കഴിഞ്ഞ് തിരിച്ചു പോരാം. നിനക്കാകുമ്പോഴേക്കും നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയെ കണ്ടു എന്നുള്ള തോന്നലുമുണ്ടാകാം. അച്ഛാ, ചുമ്മാ എൻ്റെ മനസ്സിളക്കാൻ വേണ്ടി പറയുകയാണോ? മനസ്സൊന്നും ഇളക്കാൻ വേണ്ടി പറയുന്നതല്ല. നിന്റെ അമ്മായിമ്മയെ ഞാൻ എങ്ങനെ സഹിക്കുന്നത്? എനിക്കും സൈഡിൽ പല ഫ്രണ്ട്ഷിപ്പുകളും പല എന്റർടൈൻമെന്റുകളും ഉണ്ട് മോളെ. എല്ലാം ബാലൻസ്ഡ് ആയി പോകുന്നതാണ് ജീവിതം. നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണമെന്ന് പറഞ്ഞു. അന്നേരം ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിപ്പൻ എന്നോട് ഒത്തുപോകാൻ തോന്നി. ഞാൻ എസ് പറഞ്ഞു. അച്ഛനാണ് എന്നെ ഫ്ലാറ്റൊക്കെ കാണിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുപോയത്. നേരത്തെ അങ്ങനോട് വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ എന്നെ ഹാർദവമായി സ്വാഗതം ചെയ്തു. തന്നെ കണ്ടപ്പോഴേ എനിക്കൊരു നോട്ടമുണ്ടായിരുന്നു. ഞാൻ അങ്കിളിനോട് പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് അമ്മായിച്ചനോട് സംസാരിച്ചത്. പിന്നെ മുന്നും പിന്നെ നോക്കാനില്ലായിരുന്നു മാഡം. ആഴത്തിൽ എനിക്ക് നീന്തി തുടിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഏറ്റവും വലിയ കാര്യം നടത്തി തന്നത് എൻ്റെ അമ്മായിച്ചനാണ്. അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റായി മോഹിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് അവിടെ നടന്നതിന് പിന്നിൽ എൻ്റെ അമ്മായിച്ചൻ തന്നെയാണ്. പിന്നെയും പുള്ളിയുടെ അനുഗ്രഹാശിസ്സുകളിൽ ഞാൻ 8 വട്ടം ആ സെലിബ്രിറ്റിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ അതിര് കവിഞ്ഞ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും തമാശ പോലെ, ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ. അതാണ് പുള്ളിയോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടാക്കിയത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് കയറി അച്ഛനോട് കുറച്ച് ഓവറായി പെരുമാറാൻ തുടങ്ങി. ഇത് വേണോ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദൂരെ ഇരിക്കുന്ന സെലിബ്രിറ്റിയെക്കാളും ഏറ്റവും ഇഷ്ടം അടുത്തുള്ള എൻ്റെ സെലിബ്രിറ്റിയാണെന്ന്. കാര്യം അപ്പോഴേക്കും പല കാര്യങ്ങളിലും ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിരുന്നു. എൻ്റെ ചമ്മൽ പോയിരുന്നു. അറിയാത്ത കാര്യങ്ങളിൽ ഞാൻ PhD എടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നിലും എനിക്കൊരു റിഗ്രറ്റുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നന്നായി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ അസറ്റ് എൻ്റെ അമ്മായിച്ചനാണ്. അദ്ദേഹം എൻ്റെ ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടി മണിവീണകൾ മീട്ടുന്ന ഒരു ഗന്ധർവനായി എൻ്റെ കൂടെയുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പരാജയപ്പെട്ടു പോയേനെ. ഈ വിവാഹബന്ധം തന്നെ ഇപ്പോൾ വേർപെടുത്തേണ്ടി വന്നേനെ. മാഡം, ഈ കഥ ഞാൻ എഴുതിയത് മാഡം ഇത് വായിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മായിച്ചനോട് എനിക്ക് 100 നന്ദിയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹവും ഞാനും കൂടി ഒന്നിച്ചിരുന്ന് ഈ കഥ കേൾക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിത് അയച്ചത്.
അല്ലാതെ ഉപദേശത്തിനല്ല. മാഡത്തിന് എൻ്റെ അന്തരംഗത്തിലെ സന്തോഷം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മെയിൽ നിർത്തിയിരിക്കുന്നത്. ആ, അന്തരംഗത്തിലെ സന്തോഷം എനിക്ക് മനസ്സിലായി, കേട്ടവർക്ക് മനസ്സിലായി. ഞാനിനി കൂടുതലൊന്നും പറയുന്നില്ല. ക്രിട്ടിസൈസ് ചെയ്തതെന്ന് പറഞ്ഞവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ട. അവരുടെ കഥയാണ്, നമുക്കിത് വായിക്കാം, ഒരു സാഹിത്യ സൃഷ്ടിയായിട്ട് കണ്ടാൽ മതി, അല്ലേ?